യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ. പകല് സ്ത്രീകൾ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും അതിനെ എതിർക്കാൻ ഒരാളും കടന്നു വരാത്ത സാഹചര്യത്തിലേക്ക് ഈ ലോകമെന്നെത്തുന്നു. ആ സമയത്താണ് ലോകം അവസാനമൊക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. തെറ്റ് കാണുമ്പോൾ അത് കൺമുന്നിൽ കണ്ടാൽ എതിർക്കാൻ ഒരാൾ പോലും കടന്നു വരാത്ത സാഹചര്യം ഉണ്ടാകുമേ. ആ സാഹചര്യത്തിലാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും നമ്മൾ, എന്തിനാ തിയേറ്ററിലോട്ട് അവിടെ ഇവിടെ കേട്ട പോക്കന്നെ, അതന്നെ നമ്മൾക്ക് വേണ്ടാന്ന് വെക്കണമല്ലോ, എന്നാൽ തന്നെ റാഹത്തല്ലേ. ഇതൊക്കെ ദീനുള്ളവർ പറയുമ്പോൾ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളാണ്. ദീനുള്ളവർ പറയാം അവിടെ തിയേറ്ററിൽ പോകരുതേ, അപ്പോൾ ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, നിങ്ങളും മാന്യമായ വസ്ത്രം ധരിക്കണം, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ മാറൊക്കെ തുറന്നിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഗ്രീൻസ് ഇടും, ഞങ്ങൾ അതിടുന്നു പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പെണ്ണ് പിന്നെ ഇളകിയിട്ടുണ്ട്. ഇത് മുസ്ലിമീങ്ങളോട് പറയുന്ന വിഷയമാണ്, ദീനുള്ളവരോട് പറയാണ്. മുസ്ലിമായ ഏതെങ്കിലും ഒരു സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ഖുർആനിൻ്റെ കൽപ്പന. ഇതാരും കുമ്മന ഉസ്താദിൻ്റെ കൽപ്പനയല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൽപ്പനയല്ല, പ്രവാചകരുടെ കൽപ്പന മാത്രമല്ല, ഖുർആനിൻ്റെ കൽപ്പനയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതല്ലേ ദീനി ദഅവത്ത്, നമ്മുടെ ജോലിയാണത്. അത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടോ ആ സംവിധാനങ്ങൾ, അനുകൂലമായ സംവിധാനങ്ങൾ നിന്നുകൊണ്ട് തന്നെ പ്രബോധനം നടത്തും. ഇന്ത്യ അങ്ങനെയാണ്, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ ആർക്കും വിശ്വസിക്കാം, അതോടൊപ്പം തന്നെ ആ മതം പ്രബോധനവും നടത്താം. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, നിയമമാണ്. അതിനാരും കടത്തിക്കൂട്ടണ്ട, അതിനാരും എതിർക്കും വേണ്ട.